യെസ്. നോ. വായിക്ക് രുചിയായിട്ട് പെമ്പർ നോത്തിയ 2 ചീത്ത വിളിക്കാന്ന് വെച്ചാൽ സമ്മതിക്കുകയല്ല. ഡാഗിനി. ജോയേ, എനിക്ക് നാളെ രാവിലെ അവരുടെ മേലെ പോണം. നീ 2 സെറ്റ് ഡ്രസ് എടുത്ത് വെക്കും. എങ്ങോട്ടാ? ഞാനും വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയാലേ ശരിയാവത്തുള്ളൂ. ഓ, ആരാ? സിനിമോൾ. അതെ, ഞാൻ ബാബു ജോസഫ്, ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. സിനിയുടെ ജോയി ഇപ്പൊ എന്റെ കൂടെയാ. സാറ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ വന്ന ജോയ് പിന്നെയും പഴയ പോലെ ആകത്തേ ഉള്ളൂ. ഒറ്റയ്ക്കുള്ള ജീവിതമാകുമ്പോ കുറച്ചും കൂടി ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവും. ജോയി മനസ്സിൽ നന്മയുള്ളവനാണുള്ള. അവൻ നന്നായിക്കോളും. നന്നാവണം, നന്നാവട്ടെ. ജോയ്ക്കൊരാവശ്യം ഉണ്ടാവുമ്പോ ഞാൻ അവിടെ കാണും സാറേ. പാലക്കടുത്തുള്ള പൂവരണിയിൽ നിന്ന് ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള അധികൃതരുടെ നീക്കമാണ് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് റദ്ദാക്കേണ്ടി വന്നത്. ഞങ്ങൾ സ്ഥിരമായി മദ്യം വാങ്ങിക്കുന്ന സ്ഥലമായത്. ഒരു സുപ്രഭാതത്തിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇതിവിടെ എടുത്ത് മാറ്റാന്ന് പറഞ്ഞ എവിടുത്തെ ന്യായമാ നിങ്ങൾ പറയേ? അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ സമരത്തിന്റെ നേതൃത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭത്തിന്റെ ഗതി തിരിച്ചുവിട്ടത്. എന്റെ നെഞ്ചത്തൂടെ കയറ്റി വെച്ചാൽ നീയൊക്കെ ലോറി എടുത്തോണ്ട് പോകത്തുള്ളൂ. കേട്ടടാ, കേറ്റ്. ജോയ് എന്ന ചെറുപ്പക്കാരന്റെ റോഡിൽ കിടപ്പോടെ ഒരു സമര നായകനെ ലഭിച്ച ആവേശത്തിൽ മറ്റു മദ്യപാനികൾ കൂടെ കുത്തിയിരിപ്പ് സമരം തുടങ്ങിയതോടെ സമരത്തിന്റെ ഗതി മാറിയിരിക്കുകയാണ്. അധികാരികൾ വെട്ടിലായിരിക്കുകയാണ്. സാറിന് ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അതെ, പറയുന്ന വിലയും കൊടുത്ത് സാധനം മേടിച്ച് കട വിജയിപ്പിച്ചോണ്ടിരുന്ന ഇത്രയും പേരുടെ വെള്ളം കൂടി മുട്ടിക്കാൻ നോക്കുമ്പോഴേ അന്തസ്സുള്ള ഒരു കുടിയനും അത് കണ്ടില്ലെന്ന് വെക്കാൻ ഒക്കത്തില്ല. എനിക്ക് കരച്ചിൽ വരുന്നു. വിളിയടാ, വിളി. ഒടുവിൽ ജോയുടെയും കൂട്ടരുടെയും നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അധികൃതർക്ക് മുട്ടുമടക്കേണ്ടി വരുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ജനങ്ങളുടെ വികാരം മാനിച്ച് പൂവരണിയിലെ ഈ ഔട്ട്ലെറ്റ് ഇവിടെ നിന്നും മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനം ഞങ്ങൾ റദ്ദാക്കുകയാണ്. സമരനായകനായ ജോയിയെയും തോളിലേറ്റി മദ്യപാനികൾ നടത്തുന്ന ആഘോഷമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂവരണി ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ നിന്നും ക്യാമറമാൻ നിതീഷ് ഭരദ്വാജിനൊപ്പം അജിലേഷ് കുമാരസംഭവം. ഇനിയിപ്പൊ ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും പറയണോ സാറേ? വേണ്ട. മോളെ, ആ ദാ വരുന്നു. കുളിരി കുളിരി. പൂടാഞ്ചം പൂടാഞ്ചം കണ്ടോ? ഒഴിക്കേ. നല്ല ബെസ്റ്റ് രാശിയുള്ള കയ്യാ. പിടിപ്പിക്ക്. ഇതില് ഈ വെള്ളോ ഏതാണ്ട് ഒഴിക്കണ്ട. വേണ്ട, അതിന്റെ അന്തസ് പോവും. ഒരൊറ്റ വലി. ആദ്യമായിട്ടാ. പിന്നെ ആടി അങ്ങോട്ട്. എങ്ങനുണ്ട്? തൊണ്ടേ കൂടെ ട്രെയിൻ ഓടിപ്പോയ പോലെ. നീയൊക്കെ എങ്ങനെയാടാ ഇതകത്താക്കുന്നേ? ഇപ്പൊ മനസ്സിലായില്ലേ എന്തോരം കഷ്ടപ്പാട് സഹിച്ചാ ഞങ്ങളൊക്കെ ഇത് കുടിക്കുന്നതെന്ന്? പാവു കുഞ്ഞിന്റെ അപ്പനുള്ള കാലത്ത് ഞാൻ ഇവിടെ ഉണ്ട്. എന്റെ അച്ഛനും ഇവിടുത്തെ മേൽനോട്ടമായിരുന്നു. പോടാ. ഈ കാട്ടുപോത്താ എന്റെ അച്ഛനെ കൊന്നത്. അയ്യോ, ചേട്ടന്റെ അച്ഛൻ വലിയ വേട്ടക്കാരനായിരുന്നല്ലേ? ഒരു ദിവസം ഇതിന്റെ താഴെ ഇരുന്ന് കഞ്ഞി കുടിക്കുമ്പോ ഈ സാമാനം ആനയിളകി അച്ഛന്റെ ഉച്ചിയിലോട്ട് വീണു. അപ്പോഴേ കാറ്റ് പോയി. പണ്ടൊക്കെ ഇങ്ങനെ ഇവിടെ വരുമ്പോ ഇവിടെ ഭയങ്കര പാട്ടും കൂത്തും ഇല്ലയോ? പാട്ടും കൂത്തുവോ? ആ, ഇത് കർത്താവല്ലേ? കർത്താവ് ക്രിയൊന്നും അല്ല, വാവു കുഞ്ഞിന്റെ കൂട്ടുകാരനാ. ഇവിടെ എപ്പോഴും വരുമായിരുന്നു. സിഗരറ്റ് വലിയുണ്ടോ? വാവു കുഞ്ഞിന്റെ ഇത് ആദ്യമായിട്ടായിരിക്കും. തീപ്പെട്ടിയാണ്. വാവു കുഞ്ഞ് മറന്നിട്ടു പോവും. അവ ഇടയ്ക്ക് ഞാനെടുത്ത്
വല്ലപ്പോഴും ഒരെണ്ണം. തീപ്പെട്ടി തീപ്പെട്ടിയല്ലേ തന്നത്? നീ എവിടെ പോയി? അല്ലെങ്കിൽ നാളെ എല്ലാം ശ്ശോ, എന്തോരം സാധനങ്ങൾ അതിനകത്ത്. പട്ടി വെട്ടിടന്ന് അറിയാലല്ലോ. ഇരിക്കുമല്ലോ ജീവിതം. പിള്ളേച്ചോ, മനസ്സിൽ പിള്ളേച്ചോ, എന്നത് അത് അകത്തെ മുറിയിലൊരു പെട്ടി ഇരിക്കുന്നു. എന്താ അകത്തെ മുറിയിലെ ഒരു പെട്ടി എന്നതാ? പെട്ടിയോ? ആ. അയ്യോ, നമ്മുടെ വാവുകുഞ്ഞിന്റെ ജീവിതം കോഞ്ഞാട്ടയാക്കിയ പെട്ടിയല്ലയോ അത്? എന്നാ കോഞ്ഞാട്ടയാക്കിയ പെട്ടി വാവുകുഞ്ഞിന്റെ ജീവിതം. അല്ല, അതെ പിള്ളേച്ചോ. മനസ്സിൽ എന്നാടാ കാലത്തെ പടി വന്നിരിക്കുന്നത്? വാക്കത്തിയൊക്കെ ഉണ്ടല്ലോ, ആരാ വെട്ടാനാ? എന്നതാടാ? എന്നാ